അല്ലേ? തീർച്ചയായുമല്ല. സംവരണം അനീതിയല്ല, പക്ഷേ സംവരണം വിവേചനപരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? നമ്മൾ വ്യക്തികളെയാണ് എടുക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കുട്ടി, ഞാൻ ആ കുട്ടിയെ ഫോക്കസ് ചെയ്യല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആ കുട്ടി വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിന്റെ ഒരു ഇര മാത്രമാണ്. ഞാൻ അത് കണ്ടതുകൊണ്ട് അത് പറയുന്നു എന്നേ ഉള്ളൂ. ആ കുട്ടി എങ്ങനെയാ കാണുന്നത്? അത്ര മെറിറ്റില്ലാത്ത അപ്പുറത്തെ സിന്ധുവിന് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ രാകേഷിന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. രണ്ട് വ്യക്തികളെയാണ് കാണുന്നത്. ആ വ്യക്തിക്ക് സംവരണം കൊടുത്തു, അത് വിവേചനമാണ്, എനിക്ക് കിട്ടിയില്ല എന്നാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംവരണം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് കൊടുക്കുന്നതല്ല. അതുകൊണ്ട് സംവരണത്തിന്റെ മുൻപിൽ ആ വ്യക്തി ഈ വ്യക്തി എന്നില്ല. പിന്നെ ആർക്കാണ് സംവരണം കൊടുക്കുന്നത്? അത് ഒരു സാമൂഹ്യ ജനവിഭാഗത്തിനാണ്. അതെന്താണ് ഈ സാമൂഹ്യ ജനവിഭാഗം? അതൊരു ജാതിയാകാം, സമുദായമാകാം, മതമാകാം. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം? അങ്ങനെ കൊടുക്കാനുള്ള കാരണം അന്വേഷിക്കുമ്പോഴാണ് 1947 രൂപം കൊണ്ട ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ലക്ഷ്യത്തെ പറ്റി നാം മനസ്സിലാക്കേണ്ടത്. 47 രൂപം കൊണ്ട ഇന്ത്യ അതൊരു പുതിയ രാഷ്ട്രമാണ്, ഒരു ദേശരാഷ്ട്രമാണ്. യഥാർത്ഥത്തില് എന്താ ഉണ്ടായത്? ഇന്ത്യ എന്നൊരു ദേശരാഷ്ട്രത്തെ നമ്മൾ സ്ഥാപിച്ചു, നിർമ്മിച്ചു. അപ്പോഴോ നേരത്തെ ഉണ്ടായിരുന്ന പ്രജ പൗരനായിട്ട് മാറി. ആ ദേശരാഷ്ട്രം ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചു. അതിൽ കക്ഷി രാഷ്ട്രീയ, ജാതി, മത, ഭാഷ ഒന്നുമില്ല. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ്, ക്ഷേമരാഷ്ട്രം. ആ ക്ഷേമരാഷ്ട്രത്തിലേക്ക് എത്തണം. ആരെ? ഇന്ത്യയിലെ സകലമാന ജനങ്ങളെയും. അങ്ങനെ എത്തണമെങ്കിൽ ജനാധിപത്യത്തിന്റെ അർത്ഥം ഫുൾഫിൽ ചെയ്യണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, തെറ്റിദ്ധരിക്കരുത്, അത് 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഇലക്ഷൻ അല്ല. അതതിന്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും. പക്ഷെ ജനാധിപത്യത്തിന് വിപുലമായ അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം സമത്വം എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ അർത്ഥം നീതി എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ അർത്ഥം പ്രാതിനിധ്യമാണ്. അവിടെയാണ് സംവരണം വരുന്നത്. 48 മുതൽക്കാണ് സംവരണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 50-ലാണ് ഭരണഘടന വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലത്ത് ഈ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ ആരംഭം കുറിച്ച ഇന്ത്യ എന്ന രാജ്യം ഒരു വസ്തുത കണ്ടെത്തി. എന്താണ് വസ്തുത? നമ്മുടെ നാട്ടിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില പദവികളിൽ ചില മനുഷ്യരെ കാണാനില്ല. അത് ചില ജോലിയാകാം, ഉയർന്ന ഉദ്യോഗങ്ങളാകാം, രാഷ്ട്രീയ അധികാരമുള്ള പദവികളാകാം, സാമൂഹ്യമായിട്ടുള്ള അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന, അത് ഇൻഫർകോമയാണ്, ചില ചുമതലകളാകാം. ഇത്തരം സ്ഥാനങ്ങളിൽ ചില മനുഷ്യരില്ല. ആ മനുഷ്യരാരാണ്? ആ മനുഷ്യരെ തെരഞ്ഞു പോയപ്പോ കുറെ വ്യക്തികൾ തന്നെയാണ്. ആ വ്യക്തികളെല്ലാം പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ടവരാണ്, ചില ജാതികളിൽപ്പെട്ടവരാണ്. ആ ജാതികളെയെല്ലാം ഇന്ത്യയുടെ ഭരണഘടന ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി. അതാണ് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം എന്ന് പറയുന്നത്. ഈ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ജാതീയമായ വേർതിരിവുകളുള്ള ഒരു രാജ്യമാണ്, ഒരു സൊസൈറ്റിയാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട്, ഈ ഒരു സിസ്റ്റം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ നേരത്തെ പറഞ്ഞ പൊസിഷനുകളിൽ ഇല്ല. അങ്ങനെ ഇല്ലാതെയായാലോ നമ്മുടെ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യപ്പെടില്ല. അതുകൊണ്ട് അവരെ അവിടെ എത്തിക്കണം. അവരെ അവിടെ എത്തിക്കാൻ എന്തു വേണം? ഈ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ എന്തു വേണം? അവർക്ക് പ്രത്യേകമായി സംവരണം നൽകണം എന്ന് തീരുമാനിച്ചു. പറഞ്ഞല്ലോ, വ്യക്തിക്കല്ല, ഈ സാമൂഹ്യ ജനവിഭാഗത്തിന്. അതുകൊണ്ട്